എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിത്തു കെ ജെ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു പൊസിഷൻ വീടിൻ്റെ ഏത് ഭാഗത്ത് വരണം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ വീടുകളുടെ പ്ലാനുകളൊക്കെ വരയ്ക്കുമ്പോൾ വീട്ടുകാരല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ആ വീടിൻ്റെ പ്ലാനുകൾ വാസ്തു കൺസൾട്ടൻസിനൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അവരത് വാസ്തു അനുസരിച്ച് കറക്റ്റ് ചെയ്ത് തരും. അപ്പോൾ അതിൽ ഓരോ ബെഡ്റൂമിനായാലും അതുപോലെ കിച്ചണും ഒക്കെ ഓരോ പൊസിഷനുകളുണ്ട്. അപ്പോൾ അവർ ആ ഒരു വാസ്തു കൺസൾട്ടൻസ് പറഞ്ഞു തരുന്ന ഒരു രീതി, അതുപോലെ ഇപ്പോൾ ഞാൻ തന്നെ കാലങ്ങളായിട്ട് വായിച്ചിട്ടുള്ള ഒരു ബുക്കുകളിൽ നിന്നുള്ളൊരു അറിവ് അത് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഏറ്റവും നല്ലൊരു പൊസിഷൻ, അതുപോലെ ഒരിക്കലും മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാൻ പാടില്ലാത്തൊരു പൊസിഷൻ ഇതേതാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വാസ്തുശാസ്ത്രം അനുസരിച്ച് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഏറ്റവും നല്ലൊരു പൊസിഷൻ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് മൂല പറയാനൊരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയും അതുപോലെ കാലാവസ്ഥ അനുസരിച്ച് കാറ്റിൻ്റെ ഒരു ദിശയുണ്ട്. അത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്, അതുപോലെ തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്കോട്ടാണ് കേരളത്തിലെ ഒരു കാറ്റിൻ്റെ ദിശ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് വരുമ്പോൾ എപ്പോഴും ആ റൂമിൽ വായുസഞ്ചാരം കൂടും. അതുകൊണ്ട് അവിടെ ബെഡ്റൂം കൊടുക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഏറ്റവും നല്ല പൊസിഷൻ തെക്ക് പടിഞ്ഞാറ് മൂലയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാൻ ഏറ്റവും മോശമായ ഒരു സ്ഥലം എന്ന് വെച്ചാൽ അത് തെക്ക് കിഴക്കേ മൂലയാണ്, അതായത് അഗ്നിമൂല. ആ ഒരു ഭാഗത്ത് ഒരിക്കലും മാസ്റ്റർ ബെഡ്റൂം കൊടുക്കരുതെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഗൃഹനാഥൻ്റെ റൂമാണ്. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ പലർക്കും വരുന്നൊരു സംശയമാണ്, ഇപ്പോൾ അത് പിതാവിന് വേണ്ടി ഉള്ളൊരു റൂമാണ് എന്നുള്ളത്. പിതാവിനോ അല്ലെങ്കിൽ മൂത്ത പുത്രനോ ആ ഒരു റൂം ഉപയോഗിക്കാം എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. പിന്നെ വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് വരുന്ന ഈ ഒരു ബെഡ്റൂം, അതായത് ഈ മാസ്റ്റർ ബെഡ്റൂം എപ്പോഴും ദമ്പതികളായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായത് ബാച്ചിലേഴ്സ് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ദമ്പതികളായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നതായിട്ടാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. പിന്നെ ഈ ഒരു ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ബെഡിൻ്റെ പൊസിഷൻ എവിടെ വേണം, അതുപോലെ അലമാര എവിടെ കൊടുക്കാം, ഈ അലമാര കൊടുത്താൽ തന്നെ അതിൻ്റെ ഏത് ഭാഗത്ത് വസ്ത്രങ്ങൾ വെക്കണം, ഏത് ഭാഗത്ത് പൈസ വെക്കണം എന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ മാസ്റ്റർ ബെഡ്റൂമിൽ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കായിട്ട് ബെഡ് ഇടണം എന്നാണ് പറയുന്നത്. അതുപോലെ അലമാര കൊടുക്കുമ്പോൾ ആ അലമാരയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വസ്ത്രങ്ങൾ വയ്ക്കുക, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പൈസയോ അല്ലെങ്കിൽ സ്വർണ്ണമൊക്കെ വയ്ക്കുക. അങ്ങനെയാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഇത് വാസ്തു കൺസൾട്ടൻസ് പറഞ്ഞ ഒരു അറിവ്, അതുപോലെ ബുക്കുകളിൽ നിന്നുള്ളൊരു അറിവ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിലൊന്നും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വാസ്തുശാസ്ത്രം വിശ്വസിക്കുന്നവർ ഇത് കണക്കിലെടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ വാസ്തുശാസ്ത്രം വിശ്വസിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് പ്ലാൻ വരയ്ക്കാൻ വേണ്ടി വരുന്ന ഭൂരിഭാഗം പേർക്കും ഉള്ളൊരു ഡൗട്ടാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഏറ്റവും നല്ല പൊസിഷൻ എവിടെയാണ്, എവിടെ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാം അല്ലെങ്കിൽ എവിടെ കൊടുക്കരുത് എന്നുള്ളതിനെ പറ്റി. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതിലെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇനി വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ അതും നിങ്ങൾ കമൻറ്റുകളായിട്ടൊന്ന് പറയുക. പിന്നെ കൂടാതെ വീടുകളുടെ പ്ലാൻ വരയ്ക്കാൻ, ഡിസൈൻ ചെയ്യാൻ, അതുപോലെ വീടുകളൊക്കെ പണിയാൻ വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.